മറ്റു വാർത്തകളിലേക്ക് പോകാം. അതിലൊന്ന് സംസ്ഥാനത്തെ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ചുള്ള വാർത്തയാണ്. ഓണറേറിയം കൂട്ടാനുള്ള ശുപാർശ വന്നിരിക്കുകയാണ്. ഓണറേറിയം 10,000 വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം അത് കൂട്ടാനുമുള്ള ശുപാർശയാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ആശമാർ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ പരിശോധിച്ച് പഠിക്കാനായി ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. അപ്പോൾ ആ വിദഗ്ധ സമിതിയാണ് പ്രശ്നങ്ങൾ പഠിച്ച ശേഷം റിപ്പോർട്ട് ഇന്നലെ സമർപ്പിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം ഇന്ന് 200 ദിവസം പിന്നിടുകയും ചെയ്യുകയാണ്. വിവരങ്ങൾ നൽകാനായി RB സനൂപ് സമരപ്പന്തലിൽ നിന്ന് ചേരുകയാണ്. സനൂപ്, എന്തായാലും വിദഗ്ധ സമിതി ആശമാർക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ ന്യായമാണ് എന്നുകൂടി വരികയാണ്. അവർ എത്രത്തോളം സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ്? ദിവ്യ, ആശമാരുടെ സമരം 200 ദിവസം എത്തി നിൽക്കുമ്പോഴാണ് ആശമാർക്ക് വലിയ ഒരു ശുഭവാർത്ത വരുന്നത്. ഇന്നലെയാണ് ആരോഗ്യമന്ത്രിക്ക് ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത്. വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ആണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൽ തന്നെ ആശമാർക്ക് അനുകൂലമായിട്ടുള്ള സമീപനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കാനുമാണ് ഈ റിപ്പോർട്ടിൽ ശുപാർശയുള്ളത്. നിലവിൽ 7,000 രൂപയാണ് ഇവർക്ക് മാസം കിട്ടുന്ന ഓണറേറിയം. അത് 10,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശുപാർശ റിപ്പോർട്ടിലുണ്ട്. അതിനോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം 50,000 രൂപയാണ്. അത് 1,00,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന ഒരു ശുപാർശയും ഈ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ വിദഗ്ധ സമിതി റിപ്പോർട്ട് ആശമാർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് ന്യായമാണെന്ന് വിദഗ്ധ സമിതിക്ക് എന്തായാലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയെല്ലാം സർക്കാരിന്റെ കയ്യിലാണ്. ഫെബ്രുവരി 10-നാണ് ആശമാർ സമരം തുടങ്ങുന്നത്. ഇന്നിപ്പോൾ 200-ാം ദിവസം പിന്നിടുമ്പോഴും അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ ഈ സഹന സമരവുമായിട്ടുണ്ട്. പക്ഷേ ആശമാർ ഉന്നയിച്ച പ്രധാന ആവശ്യം ഓണറേറിയം 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്നും അതേപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം 5,00,000 രൂപയായിട്ട് ഉയർത്തണമെന്നുള്ളൊരു ആവശ്യമാണ് ആശമാർ ഉന്നയിച്ചത്. ഇപ്പോൾ നമുക്ക് ആശമാരുടെ നേതാവ് മിനി മീഡിയാവിനോടൊപ്പം ചേരുന്നുണ്ട്. ആശ്വാസമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വിദഗ്ധ സമിതി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓണറേറിയവും വർദ്ധിപ്പിക്കണം, അതേപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശുപാർശയുണ്ട്. എങ്ങനെ തോന്നുന്നു? ഞങ്ങളതിന് സ്വാഗതം ചെയ്യുകയാണ്. കാരണം സമരം 200 ദിവസം പിന്നിടുമ്പോൾ ഒരു വിദഗ്ധ സമിതി ഇങ്ങനെ റിപ്പോർട്ട് വെക്കുന്നത് സത്യത്തിൽ ഗവൺമെൻറ് എന്താണ് സങ്കല്പിക്കുന്നതെന്ന് അറിയില്ല. ശുപാർശ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. എത്രയും വേഗം ആ വർധനവ് ഒരു മാന്യമായ വർധനവ് അത് എന്തെങ്കിലും തന്നിട്ട് കാര്യമില്ല. കാരണം 200 ദിവസം പിന്നിടുകയാണ് ഈ സമരം. ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ അത് 100% ശരിയാണെന്ന് കേരളത്തിലെ മുഴുവൻ ആശമാരും അത് ഇന്ത്യയിലെമ്പാടും അല്ലെങ്കിൽ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും ഇതിനോടകം പലതവണ ആവർത്തിച്ച് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങളോട് ഇവിടെയല്ല സമരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെയാണ് സമരം ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. മറ്റു യൂണിയനുകളും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരു സമവായത്തിലെത്തിയിട്ടുണ്ട്. പക്ഷേ ആ വർധനവ് എന്ന് പറയുന്നത് നീതിപൂർവമായ ഒരു വർധനവായിരിക്കണം. കാരണം തുച്ഛമായ വേതനത്തിന് പണിയെടുത്തുകൊണ്ട് ഇത്രയും കാലം 18 വർഷം ഇങ്ങനെ പണിയെടുക്കേണ്ടി വരുമ്പോൾ അവരെ കേൾക്കാൻ അവർക്ക് ഈ സമൂഹത്തിൽ കേരളത്തിൻ്റെ ജീവിത ചെലവ് വളരെയധികം ഏറിയിരിക്കുന്ന ഈ കേരളത്തിൽ ജീവിക്കുവാൻ ഉതകുന്ന ഒരു തുകയായിരിക്കണം വർദ്ധിപ്പിക്കേണ്ടത്. ഈ കമ്മിറ്റി അങ്ങനെ ആയിരിക്കും നിർദ്ദേശിച്ചെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ലഭ്യമായിട്ടുള്ള വിവരപ്രകാരം ഈ 7,000 രൂപ എന്നുള്ളത് 10,000 രൂപയായിട്ട് ഉയർത്തുമെന്നാണ്. അത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? ഞങ്ങൾ സമരത്തിൻ്റെ 53-ാം ദിവസം സമരത്തിൻ്റെ ചർച്ചയിൽ ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കം ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുത്തതാണ്. അങ്ങനെ 2 മന്ത്രിമാർ ചേർന്ന് വിളിച്ചു ചേർത്ത ചർച്ചയിൽ അതിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ഫോർമുലയും രൂപപ്പെട്ട് വരാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ 7,000 21,000 ചോദിക്കുന്നു, സാധ്യമല്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഞങ്ങളെ കൈകാര്യം ചെയ്തൊരു സന്ദർഭത്തിൽ ഞങ്ങൾ അന്ന് മുന്നോട്ട് വെച്ചു, നിങ്ങൾ അടിയന്തരമായി ഒരു 3,000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ കമ്മിറ്റിക്ക് വിടണമെന്ന്. അപ്പോൾ 53 ദിവസം കഴിഞ്ഞ് ഇന്നിപ്പം 150 ദിവസം കൂടെ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ 200 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ശുപാർശ വെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും അതിനേക്കാൾ വർദ്ധിച്ചൊരു തുകയായിരിക്കും കമ്മീഷൻ മുന്നോട്ട് വെക്കാൻ സാധ്യതയെന്ന് കരുതുന്നു. എന്തായാലും വരട്ടെ, നോക്കാം. ഈ സമരത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഞങ്ങൾക്കൊരു വ്യക്തമായൊരു വർധന ഉണ്ടായിട്ട് മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ. കാരണം അതല്ലാതെ തിരിച്ചു പോയിട്ട് എന്താണുള്ളത്? ഇനി ഇങ്ങനെ ഒരു സമരം ആസൂത്രണം ചെയ്യാൻ തുടങ്ങി നടക്കുന്നതല്ല. ഞങ്ങളൊരു 3-4 ദിവസത്തെ
തയ്യാറെടുപ്പുകളുമായിട്ടാണ് ഈ സമരമുഖത്തേക്ക് വന്നത്. കാരണം അത്രയും വളരെ ന്യായമായ ഡിമാൻഡാണ്, ഏതൊരു ഗവൺമെൻറ്റിനും മനസ്സിലാകുന്ന അംഗീകരിക്കേണ്ടുന്ന ഡിമാൻഡുമായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഇത്രയും ദിവസം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു കൃത്യമായൊരു തീരുമാനത്തിലെത്താതെ ഞങ്ങൾക്ക് സമരം അവസാനിപ്പിക്കില്ല.